PMC പദ്ധതി മരവിപ്പിക്കണമെന്ന് കേന്ദ്രത്തിന് സംസ്ഥാനം കത്ത് നൽകിയത് ഇന്നലെയായിരുന്നു. പക്ഷേ ഇടതുമുന്നണിയിൽ അഭിപ്രായ വ്യത്യാസം അവസാനിക്കുന്നില്ല. കത്തയച്ചത് LDFന്റെ വിജയമെന്ന് പറഞ്ഞ ബിനോയ് വിശ്വത്തിന്റെ പരാമർശത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് കുറച്ച് അതൃപ്തിയൊക്കെ ഉണ്ട്. SSK ഫണ്ട് ലഭിച്ചില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്ല എന്നും വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടുകയാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കുകയാണ്. തന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഒഴിയുകയാണ്. അതേസമയം PMCയെ കുറിച്ച് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ താൻ ആളല്ല എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ മറുപടി. കേന്ദ്ര ഗവൺമെന്റിന് കിട്ടേണ്ട കാശ് കിട്ടുമോ എന്നുള്ള സംബന്ധിച്ചതിൽ എനിക്ക് ആശങ്കയുണ്ട്. SSKയുടെ 1500 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല. അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളാം. എന്ത് കാരണമാണെങ്കിലും ശരി, ഈ സമയത്ത് ആര് പ്രകോപനമുണ്ടാക്കിയാലും ആ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഖാവ് ശിവൻകുട്ടിയാണെങ്കിൽ പോലും പ്രകോപിക്കപ്പെടാൻ CPI ഇല്ല. CPIക്ക് വലുത് LDF രാഷ്ട്രീയമാണ്. നിങ്ങൾ തമ്മിലടിയൊക്കെ നടത്തിക്കൊള്ളൂ, പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ വ്യക്തത വേണം. കത്തയക്കുന്നതോടെ പദ്ധതി ശരിക്കും മരവിപ്പിക്കപ്പെടുമോ? സംസ്ഥാനങ്ങൾക്ക് ഏകപക്ഷീയമായി പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നിരിക്കെ ഈ കത്തിൽ എന്ത് കാര്യമാണുള്ളത്? കത്ത് നൽകിയതിന്റെ പേരിൽ കിട്ടേണ്ട ഫണ്ട് കേന്ദ്രം തടഞ്ഞുവെച്ചാൽ നഷ്ടം നമ്മുടെ വിദ്യാലയങ്ങൾക്ക് തന്നെയല്ലേ? അതിനാരാണ് ഉത്തരം പറയുക? ഫണ്ട് കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് തൻ്റെ ഇടത്തോടെ പറയാനുള്ള സാമ്പത്തിക ശേഷി നമ്മുടെ സംസ്ഥാനത്തിനുണ്ടോ? അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തി ഫണ്ട് നേടിയെടുക്കുമെന്ന ആത്മവിശ്വാസമെങ്കിലും ഉണ്ടോ? ഇതിനൊന്നും ഉത്തരമില്ലെങ്കിൽ ഈ കത്തയക്കൽ ഒരുമാതിരി അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് വ്യക്തമാണ്. എന്തിനാണ് നാട്ടുകാരെ ഇങ്ങനെ മണ്ടന്മാരാക്കുന്നത്?